ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് താരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ജനറൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് അടുത്ത ഒരു 48 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യത്തിൻ്റെ ഒരു നല്ല റിസൾട്ടായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട്, ഓക്കെ, ഒരു ബ്ലെസ്സിങ് എന്ന് കണക്കാക്കാം. യെസ്, ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഒരു അടുത്ത 48 മണിക്കൂറിൽ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി അമാവാസിയൊക്കെ വരുന്നുണ്ട്. നാളെയാണോ, നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ടാണ്, 13, 14, 15 അടുത്തൊക്കെയാണ്. എനിക്ക് എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല. സോ നോക്കാം, നമുക്ക് ഈ ചില സമയങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സമയങ്ങളാണ്. സോ നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹം നൽകാൻ പോകുന്നത് നമുക്ക് നോക്കാം. അഡ്വെഞ്ചർ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, സക്സസ്, സ്ലോയിങ് ഡൗൺ, ഹീലിംഗ് വരുന്നുണ്ട്. വെരി നൈസ്. ബ്രേക്ക് ത്രൂ വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മെയിൻലി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വെഞ്ചർ വരുന്നുണ്ട്. അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്ന, ലിറ്ററലി നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ട്രാവലിംഗ് ചെയ്യുന്നതായിരിക്കാം. അഡ്വെഞ്ചറായിട്ട് മേ ബി ഇതൊരു കാട്ടിലേക്ക് പോകുന്ന പോലെയൊക്കെയാണ്. ഓക്കെ, സോ കുറച്ച് പേർക്ക് അങ്ങനെ വലുതും ആവാം. ഓക്കെ, ബട്ട് അത് ബ്ലെസ്സിങ് ആയിട്ട് പറയുന്നില്ല. ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഒരു അഡ്വെഞ്ചർ നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഓക്കെ, ഒരു സർപ്രൈസ് ആയിട്ട് എന്തോ ഒരു കാര്യം വരാൻ പോകുന്ന പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പോലെയായിരിക്കും. നിങ്ങൾക്ക് വളരെ അഡ്വഞ്ചറായിട്ട് നിങ്ങൾക്ക് തോന്നാം. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ, അത് ശ്രമിക്കാം എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന പോലെ. ആൻഡ് അതിലെവിടെയോ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, കുറേ റെയിൻബോ കളേഴ്സൊക്കെയാണ് ഇവിടെ. സോ സംതിങ്, ഒരു നൈസ് സംതിങ്, അത് നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മേ ബി നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. സംവെയർ ഒരു അഡ്വെഞ്ചർ എന്ന രീതിക്കൊരു ഇതിലാണ്, എനർജിയാണ് വരുന്നത്. ഒരു എങ്ങനെ അതിന് വാക്ക് പറയാം, അറിയാത്ത വഴികളിലൂടെ യാത്ര എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ അത് നിങ്ങൾക്ക് നല്ലതിലേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. ആൻഡ് നിങ്ങൾ തീരെയും പ്രതീക്ഷിക്കാതെ ലൈക്ക് വളരെ നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ടും. ഒരു റെയിൻബോ, നമ്മൾ ശരിക്കും റെയിൻബോൻ്റെ അറ്റത്ത് ഒരു പോട്ട് ഓഫ് ഗോൾഡ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പലരും കേട്ട് കാണും. സോ അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് വരുന്നത്, റെയിൻബോയിൻ്റെ അറ്റത്തൊരു ഗോൾഡ് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ. സോ ഇവിടെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് കാണുന്നത്. സക്സസ് ഉണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. സെലിബ്രേഷൻ വരുന്ന രീതി, നിങ്ങൾ ജയിച്ച് വരുന്ന പോലെയാണ്, നിങ്ങൾ എന്തോ ചെയ്ത് ജയിച്ച് വരുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം, ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്ത് വളരെ നല്ല രീതിയിൽ ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് അതിന് കിട്ടുന്ന അപ്രീസിയേഷൻ ആയിരിക്കാം. ജോലി സ്ഥലത്താവാം, വീട്ടിലാവാം, ഫാമിലിയിലാവാം, എവിടെയാവാം. ഓക്കെ, നിങ്ങളെ എല്ലാവരും നിങ്ങളെ ഒരു പുലിയുടെ പുറത്തിരുന്ന് പുലിയെ ജയിച്ച് വരുന്ന പോലെയാണ്. സോ എവിടെയോ ദൈവത്തെ ഒരു പെട്ടെന്ന് എനിക്ക് ഓർത്തുപോയി, ആരെങ്കിലുമൊക്കെ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. സോ എവിടെയോ, സോറി, അങ്ങനെ നമ്മളത് ഞാൻ ഒരു കളിതമാശയ്ക്ക് പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു ഫിഗർ ഓർമ്മ വന്നു. സോ മേ ബി അതുപോലെയൊക്കെ അയ്യപ്പൻ്റെ നിങ്ങൾ ഭക്തന്മാരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക്, പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണലായിപ്പോയി. ഭഗവാൻ തരുന്ന ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് സക്സസ് വരുന്ന പോലെ, നിങ്ങൾ എന്തൊക്കെയോ ജയിച്ചു വരുന്ന പോലെ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ ജയിക്കുന്ന പോലെയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ജയിച്ചു വരുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ സ്ലോയിങ് ഡൗൺ കാണുന്നുണ്ട്. സോ സ്ലോയിങ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം. ബിക്കോസ് നിങ്ങൾക്കും ഒരു റെസ്റ്റ് കുറച്ച് ആവശ്യമാണ് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മെൻ്റലി സ്ട്രെസ്ഡ് ആയാലും, മെൻ്റലി ഫിസിക്കലി രണ്ടും നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങളൊന്ന് സ്ലോ ആക്കി വിടും. ഓക്കെ, നിങ്ങൾക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്ലോയിങ് ഡൗൺ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് ആവില്ല, നല്ല ലൈനായിരിക്കും. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയില്ലേ. അപ്പോൾ മെല്ലെ പോയാൽ മതി, നമുക്ക് പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഹീലിംഗ് കാണുന്നുണ്ട്. ആക്ച്വലി ബോഡി ഹീലിംഗ് ആണ് മെയിനായിട്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് വരുന്ന കാര്യം കാണുന്നുണ്ട്. അതിൽ തല നിങ്ങൾ റിലേറ്റഡ് ആയിട്ടും തലയിൽ എന്തെങ്കിലും റിലേറ്റഡ് തലവേദന എന്ന രീതിക്ക് മാത്രമല്ല, മേ ബി മൈഗ്രെയിൻ പോലെയോ അതിൽ നിന്നൊക്കെ നമുക്ക് ടോട്ടൽ റിലീഫ് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ബട്ട് മിറക്കിൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. സോ ഇവിടെ മേ ബി തലയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർ വയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. ഈവൻ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ എനിവേ ഫുൾ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബോഡി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, നിങ്ങൾ ഫിസിക്കൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഈവൻ മനസ്സിൻ്റെ ശാന്തമാതാവൺ കൂടിയാവാം, മനസ്സിൻ്റെ ഹീലിംഗ് കൂടിയാവാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഹീലാവുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഓവറോൾ എനർജി വൈസ് ഹീലിംഗും ആയിരിക്കാം വരുന്നുണ്ട് നിങ്ങൾക്ക്. സോ ഡോണ്ട് വറി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും. ആൻഡ് ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. പ്രാർത്ഥന മാത്രമായിട്ട് ഇരിക്കരുത്. അങ്ങനെ മാത്രമല്ല, നിങ്ങൾ വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുക്കും വേണം കേട്ടോ. ഓക്കെ, ഒരിക്കലും നമ്മൾ അത് നെഗ്ലിജൻ്റ് ആവരുത്. ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. സോ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പെട്ടെന്ന് സഡൻ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഒരു തടസ്സപ്പെട്ട് നിന്ന കാര്യം എന്തെങ്കിലും പെട്ടെന്നൊരു വഴി തുറന്ന് കിട്ടുന്ന പോലെ തോന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും, ഐഡിയ കിട്ടും. അങ്ങനെയായിരിക്കാം. ഇവിടെ ഒരു മെയിൻലി ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയില്ലേ, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മൾ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അതിലൊരു പെട്ടെന്നൊരു ഒരു വഴി തുറന്ന് കിട്ടുന്ന ഒരു ഫീലിംഗ്. ഓക്കെ, ഒരു ഐഡിയ വന്നു, ഇങ്ങനെ ചെയ്യാം എന്ന രീതിക്ക് തോന്നുന്നത്. സോ ഒരു ബ്രേക്ക് ത്രൂ ആണ് കാണുന്നത്. ഈവൻ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഒരു ബ്രേക്ക് ത്രൂ മെൻ്റലി ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക് ത്രൂ കിട്ടുന്നതായിരിക്കും. അതായത് മെൻ്റലി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ തടഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനെയും നമ്മൾ പൊട്ടിച്ചെറിയുക അല്ലേ, ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. സോ യെസ്, ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു 48 hours നിങ്ങൾക്ക് വളരെ നല്ല ബ്ലെസ്സിങ് യൂണിവേഴ്സായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അതും ഒരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ചൊരു സ്ലോ ആയിട്ട് പോയാൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ എന്താണെന്നറിയില്ല എന്നപ്പോൾ പെട്ടെന്ന് അയ്യപ്പനെ ഓർത്തു പോയത് സംവെയർ. ഓക്കെ, എന്തായാലും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കൂ. എല്ലാവരും ദൈവത്തിനെ പ്രാർത്ഥിക്കൂ നന്നായിട്ട്. എല്ലാം നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.